പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുവിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായം 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, മകനെ പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക. ഞാൻ പോകാമെന്ന് അവൻ പറഞ്ഞു, എങ്കിലും പോയില്ല. അവൻ രണ്ടാമൻ്റെ അടുത്ത് ചെന്ന് ഇത് തന്നെ പറഞ്ഞു. അവനാകട്ടെ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു, എങ്കിലും പിന്നീട് പശ്ചാത്തപിച്ച് അവൻ പോയി. ഈ 2 പേരിൽ ആരാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത്? അവർ പറഞ്ഞു, രണ്ടാമൻ. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗത്തിൽ പ്രവേശിക്കുക. എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു. നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുദപിച്ചില്ല. ഇവിടെ ക്രിസ്തു ശരിയായ അനുതാപത്തിൻ്റെ ഒരു ആവശ്യകതയെ കുറിച്ചാണ് പറയുന്നത്. ശരിയായ ക്രിസ്തീയ ജീവിതത്തിന് ആഴമേറിയ അനുതാപം അത്യന്താപേക്ഷിതമാണ്. പലപ്പോഴും മാമോദിസ മുങ്ങിയവർ, ക്രിസ്തു അനുയായികളെന്ന് സ്വയം കരുതുന്നവർ വളരെ ലൈറ്റായിട്ടാണ് ക്രിസ്തുവിനെ അല്ലെങ്കിൽ ക്രിസ്തു മാർഗത്തെ അവർ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അവർ കൈകാര്യം ചെയ്യുന്നത് വളരെ കാഷ്വലായിട്ടാണ്. അവർക്ക് അനുതാപം ഇല്ല. ചുമ്മാ വാചക കസർത്തുകളിലൂടെ അവർ ക്രിസ്തുവിൻ്റെ അനുയായികളാണെന്ന് സ്വയം അഭിമാനിക്കുന്നു. അതേസമയം കർത്താവിടെ പറയുന്നു, സ്വയം അഭിമാനിക്കാൻ ഒന്നുമില്ലാത്തവർ, ദുഃഖിതരും പീഡിതരും ബലഹീനരും പാപികളും ആണെന്ന് സ്വയം തിരിച്ചറിയുന്നവർ, അവർ യഥാർത്ഥ അനുതാപത്തിൻ്റെ ഉടമകളാണ്. അവർക്കുള്ളതാണ് സ്വർഗരാജ്യം. അപ്പോൾ ഇവിടെ ക്രിസ്തു വേശ്യകളുടെയും ചുങ്കക്കാരുടെയും ഒക്കെ ഉപമകൾ പറയുന്നു. ഒരു വേശ്യ ഒരിക്കലും ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രം വേശ്യാവൃത്തി ചെയ്യുന്നവരായിരിക്കുകയില്ല. മറ്റ് ഗത്യന്തരമില്ലാതെ പിടിച്ചു നിൽക്കാനായി സ്വയം ശരീരം വിൽക്കുന്ന വേശ്യകൾ. യോഹന്നാനെ പാപമോചനത്തിൻ്റെ സുവിശേഷം പശ്ചാത്തപിക്കുവിനെന്ന് പറഞ്ഞ് യോഹന്നാൻ വന്നപ്പോൾ ഏറ്റവും അധികം അവനെ ശ്രവിച്ചതും ചുങ്കക്കാരും വേശ്യകളുമായിരുന്നു. അപ്പോൾ യഥാർത്ഥ അനുതാപത്തിന് അഹംഭാവം ഇല്ലാത്ത ഒരവസ്ഥ, അഹന്തയില്ലാത്ത ഒരവസ്ഥ അത്യന്താപേക്ഷിതമാണ്. ആബാ പിതാവേ, ഇതാ ഞാൻ, the useless fellow, I have committed sin against you. എന്നോട് ക്ഷമിക്കണമേ, എനിക്ക് സ്വന്തമായത്
എൻ്റെ പാപങ്ങൾ മാത്രം. ഇതാ അയോഗ്യനായ ഞാൻ നിന്റെ മുൻപിൽ കേണപേക്ഷിക്കുന്നു. അങ്ങ് കൈനീട്ടി എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ. അങ്ങയുടെ പരിശുദ്ധാരൂപിയെ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. ഞങ്ങളെ കൈപിടിച്ച് നടത്തണമേ. അപ്പോൾ ഇവിടെ ക്രിസ്തു വീണ്ടും പറയുന്നു, 2 മക്കളുടെ കാര്യമാണ് പറയുന്നത്. ആദ്യം ഒരുത്തനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഈ മാർഗത്തിലൂടെ ചരിക്ക്, നീ ക്രിസ്തുവിനെ ഫോളോ ചെയ്യും. അപ്പോൾ അവൻ പറയുന്നു, ഞാൻ പോകാം. അവൻ നല്ല പിള്ള ചമയുന്നു, ഞാൻ പോകാം. എന്നിട്ട് അവൻ പോകാതിരിക്കുന്നു. അതേസമയം 2ാമത്തെ മകനോട് പറഞ്ഞപ്പോൾ അവൻ പെട്ടെന്ന് പറഞ്ഞു, ഞാൻ പോകുന്നില്ല, എനിക്ക് വയ്യ. അപ്പോൾ ആ മുടിയനായ പുത്രനോട് കൂടുതൽ താതാത്മ്യമുള്ളവൻ, അവൻ പന്നിക്കൂട്ടിലേക്കാണ് അവൻ പോകുന്നത്. ഞാൻ പോകില്ല എന്ന് പറയുന്നു. എന്നിട്ട് അവൻ വഴിതെറ്റിപ്പോകുന്നു. പിന്നീട് മനസാന്തരപ്പെട്ട് അവൻ ദൈവത്തിങ്കിലേക്കുള്ള ക്രിസ്തു മാർഗത്തിലേക്ക് കൂടുതൽ ശക്തമായി അവൻ തിരിച്ചു വരുന്നു. അപ്പോൾ നമുക്കൊക്കെ എന്താണ് ഇത്ര അധികം അഹംഭവിക്കാനുള്ളത്? നമ്മുടെ ആരോഗ്യമാണോ? അത് ക്ഷയിച്ചു പോകും. കേവലം 30,000 ദിവസം മാത്രം ഈ ഭൂമിയിൽ ജീവിക്കുന്ന, അതും 100 വയസ്സ് വരെയൊക്കെ ജീവിച്ചാൽ, ഇത്രയും നശ്വരമായ ഈ മനുഷ്യന് ഇത്രമാത്രം അഹങ്കരിക്കാൻ എന്താണുള്ളത്? നമുക്ക് സ്വന്തമായിട്ടുള്ളത് നമ്മുടെ പാപങ്ങൾ മാത്രം. അപ്പോൾ നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് മുട്ടുകൾ മടക്കാം, കർത്താവിനോട് യാചിക്കാം. ആബാ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ വഴിവിട്ട് നടന്ന കാലങ്ങളെ, ദിവസങ്ങളെ, മണിക്കൂറുകളെ കുറിച്ച് ഞങ്ങൾ പശ്ചാത്തപിക്കുന്ന കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കരം ഗ്രഹിച്ച് അങ്ങയുടെ പാതയിലൂടെ ഞങ്ങളെ നയിക്കണമേ. വീണ്ടും പാപത്തിൽ വീഴാതെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം. ഇത് ഏറ്റവും മനോഹരമായ വചനങ്ങളായിട്ടാണ് എനിക്കിത് തോന്നുന്നത്, അല്ലെങ്കിൽ എന്നെ സ്വാധീനിക്കുന്നത്. നമ്മുടെ അവസ്ഥ, നമ്മൾ എത്രയധികം വഴിതെറ്റിപ്പോയവരാണെങ്കിലും, നമ്മൾ എത്രയധികം ക്രിസ്തുവിൻ്റെ മാർഗത്തെ, ക്രിസ്തുവിൻ്റെ ചിന്തകളെ തള്ളി പറഞ്ഞിട്ടുള്ളവരാണെങ്കിലും നമുക്ക് രക്ഷയുണ്ട്. എത്ര വൈകിയാലും അതൊരു വൈകലല്ല. എപ്പോൾ വിളിച്ചാലും വിളി കേൾക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. നമുക്ക് ഏറ്റവും എളിമപ്പെടാം. നമുക്ക് അവൻ്റെ മുമ്പിൽ മുട്ടുകൾ മടക്കാം. കർത്താവെ, ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ഗോഡ് ബ്ലെസ്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ.